അവ്യക്ത സന്ദേശം. ഇന്ന് ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ബാബ കമ്പൈൻഡ് രൂപത്തിൽ, അതായത് ബാബ് ദാദ രണ്ടുപേരും എവിടെയോ ചുറ്റി സഞ്ചരിച്ച ശേഷം വരികയായിരുന്നു. ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, അങ്ങ് എവിടെ നിന്നുമാണ് വരുന്നത്? ബാബ ഒരു നിമിഷം നോക്കിയ ശേഷം പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ബാബ് ദാദയ്ക്ക് മൂലവചനത്തിൽ പോകുന്നതിനോ സൂക്ഷ്മവചനത്തിൽ വരുന്നതിനോ സാകാര ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നതിനോ സമയം എടുക്കുന്നില്ല. ഇന്ന് ബാബ വിശേഷിച്ച് കുട്ടികളുടെ അടുക്കൽ ചുറ്റി സഞ്ചരിക്കുവാനായി പോയി. അമൃതവേള മുതൽ തന്നെ പോയി. കാരണം അമൃതവേളയിൽ കുട്ടികൾ ബാബയെ ആഹ്വാനം ചെയ്യുന്നു, ഓർമ്മിക്കുന്നു. ബാബയും ആ കുട്ടികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ബാബ് ദാദ രണ്ടുപേരും വിശേഷമായി ചുറ്റി സഞ്ചരിക്കുന്നു. മധുബനിൽ മാത്രമല്ല, എല്ലാ സ്ഥാനത്തും എല്ലാ സെൻറ്റേഴ്സിലും, അത് ചെറിയ സ്ഥാനമായാലും എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് ഇത് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമയം പല കുട്ടികളും സ്വയം തൻ്റെ കാര്യത്തിൽ വളരെയധികം അലേർട്ടായി കഴിഞ്ഞു. ചില കുട്ടികളാണെങ്കിൽ കുറച്ച് അലക്ഷ്യമുള്ളവരും ആയിരിക്കുന്നു. ബാബ പറഞ്ഞു, ബാബ കുട്ടികൾക്ക് സൂചനയും തന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ഈ കളി എല്ലാവരെയും ചഞ്ചലതയിൽ ആക്കിയിരിക്കുന്നു. എന്നാൽ ബാബയുടെ കുട്ടികൾ ചഞ്ചലതയിൽ വരാൻ പാടില്ല. പ്രകൃതിക്ക് വശപ്പെടാതിരിക്കണം. അതിനുവേണ്ടി ബാബ മുൻകൂട്ടി തന്നെ കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും അമൃതവേളയുടെ മഹത്വത്തെക്കുറിച്ചും ബാബയുടെ മുരളിയുടെ മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബാബ വിശേഷിച്ച് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഇത് കാണുന്നുണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് മുരളിയുടെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ രാവിലെ കേൾക്കും, ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ ചിന്തിക്കും തുടക്കവും അവസാനവും മാത്രം വായിക്കാമെന്ന്. പക്ഷേ ബാബ പറഞ്ഞു, തുടക്കം മുതലേ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമയത്ത് തന്നെ കുട്ടികൾ തൻ്റെ പഠനം, ജ്ഞാനവും യോഗവും തീർച്ചയായും ചെയ്യേണ്ടതാണ്. ചില കുട്ടികളാണെങ്കിൽ അലക്ഷ്യത്തിൻ്റെ നിദ്രയിൽ ഉറങ്ങുകയാണ്. ബാബ പറഞ്ഞു, സമയം കടന്നുപോകും. ഏതൊരു സമയമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രകൃതിയുടെ കളിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ബാബ പറഞ്ഞു, കുട്ടികൾ അതിന് വശപ്പെട്ടു പോകും. അതുകൊണ്ട് ബാബ ഇന്ന് ചുറ്റി സഞ്ചരിച്ചപ്പോൾ ബാബ കണ്ടു, ചില കുട്ടികൾ അലക്ഷ്യത്തിൻ്റെ അലസതയിൽ വന്നിരിക്കുകയാണ്. ചില കുട്ടികളാണെങ്കിൽ വളരെ തീവ്രമായ പുരുഷാർത്ഥത്തിൽ മുഴുകുകയാണ്. കാരണം സമയം കാണപ്പെടുന്നു. ബാബ ഇന്ന് വിശേഷിച്ച് ഇത്രയും സന്ദേശം കേൾപ്പിച്ചു. പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മയുണ്ടായിരുന്നു. ബാബയുടെ സന്മുഖത്ത് ഇന്ന് പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ കൊടുത്തു. മോഹിനി ബഹൻ്റേതും ആയിരുന്നു. കുറച്ച് തീയതികൾക്ക് മുമ്പുള്ള ദിവസമായിരുന്നു. ബാബ പറഞ്ഞു, ഇതും ഒരു വിശേഷ ആത്മാവായിരുന്നു. ഈ കുട്ടി തൻ്റെ അലൗകിക ജന്മം ബാബയുടെ വീട്ടിൽ, ബാബയുടെ മടിത്തട്ടിലാണ് എടുത്തത്. കുട്ടിയുടെ അന്തിമവും ബാബയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ബാബ പറഞ്ഞു, തുടക്കം മുതലേ സ്നേഹിയും സഹയോഗിയുമായി സേവാധാരിയുമായി പോയിക്കൊണ്ടിരുന്നു. ബാബ പറഞ്ഞു, ബാബ കാണുകയാണ്. സമയമനുസരിച്ച് ബാബയുടെ പല കുട്ടികളും പുതിയ സേവനത്തിന് നിമിത്തമായി വദനത്തിൽ
എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ നൽകി ബാബ ആ ആത്മാക്കളെ മധുബന്റെ വിശേഷ ഭോഗ് സ്വീകരിപ്പിച്ചു. വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം അവരെ മെർജ് ചെയ്യുന്നു. പിന്നെ ബാബ എല്ലാ സഹോദരന്മാർക്കും എവിടെ ഏത് സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും ബാബ എല്ലാ കുട്ടികളെയും എമർജ് ചെയ്ത് വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.